കോഴിക്കോട് നിന്ന് മിഥില ബാലനും ചേർന്നു തത്സമയ വിവരങ്ങളുമായി. മിഥില, കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? വേണു, ഞാനുള്ളത് ഈ ചെറുപുഴയുടെ തീരത്താണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ചെറുപുഴ കരകവിഞ്ഞൊഴുകുകയാണ്. വളരെ ശക്തമായ ഒരു ഒഴുക്ക് ഈ പുഴയിലുണ്ട്. ആ പുഴയിൽ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ ഈ റോഡിലേക്കെല്ലാം എത്തി ഗതാഗതം പൂർണ്ണമായും നിലച്ചിട്ടുള്ളത്. ചെറുപുഴ മാവൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു മഴ പോലും ഇവിടെ വലിയ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഇടയാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വാഴ കർഷകരുള്ള ഒരു പ്രദേശം കൂടിയാണ് മാവൂർ മേഖല. ഇവിടുത്തെ നമുക്കിപ്പോൾ കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, വാഴകൃഷിയാണ്. ഈ വാഴകൃഷിയെല്ലാം വെള്ളത്തിലായിട്ടുണ്ട്. ഓണം ലക്ഷ്യമിട്ട്, അതായത് ഓണ വിപണി ലക്ഷ്യമിട്ട് ഉണ്ടാക്കിയ വാഴ കൃഷിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ കുറച്ച് ആളുകളുണ്ട്, ഇവിടെ അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇത് വെള്ളം ഇപ്പോൾ കയറി വരികയാണോ? കൂടുതൽ വെള്ളം കയറി വരികയാണ്. നനച്ചിട്ടില്ല വെള്ളം, നല്ല ഏറ്റ കയറുന്നത്. കൊല്ലങ്ങൾ ആയിട്ട് ഞങ്ങൾക്ക് ഇത് തന്നെയാണ്. 2-3 പ്രാവശ്യമാണ് എല്ലാ കൊല്ലത്തിലും ഞങ്ങൾ ഉപയോഗിക്കുന്നതും. ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടമൊക്കെ ഉണ്ടാകണതൊക്കെ. ഇത്ര പ്രാവശ്യം ഞങ്ങൾ പുറേന്ന് ഒഴിവായി പോകണം നിൽക്കണം. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുക ഞങ്ങൾ. 3 പ്രാവശ്യമൊക്കെയാണ് വെള്ളം കയറുന്ന വർഷത്തിൽ തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ഈ റോഡാണെങ്കിൽ ഏകരം ഹൈറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് റോഡിന് വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പോവാനും അങ്ങനത്തെ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ മേലെ വീട്ടിലേക്ക് കയറ്റി വെച്ച്, അതുപോലെ വീടിൻ്റെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ നിൽക്കുകയാണ്. അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഒരു പ്രാവശ്യം തന്നെ അല്ല വെള്ളം വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. എത്രയും വേഗം രാവിലത്തെ വെള്ളം കൂടി വരികയാണ്. വെള്ളം നല്ല പൊക്കാണ്. ഇപ്പം എത്രയോ കൂടി ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ ഇവിടെയാണ് വെള്ളം. ഇപ്പോൾ കുറേ അങ്ങോട്ട് എത്തിക്കുകയാണ് വെള്ളം. ഇപ്പോൾ വീട്ടിലെ സാധനമൊക്കെ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഇതാണ് ഇവിടുത്തുകാർ പറയുന്നത്. അവർ വർഷങ്ങളായി മഴക്കാലത്തൊക്കെ ഇവർ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. സാധനങ്ങൾ എടുത്ത് അടുത്ത വീടുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് വീടൊഴിഞ്ഞു പോവുക, അത്തരം ഒരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ എനിക്കിപ്പം ഒരു വാഴ കർഷകൻ കൂടി ചേരുന്നുണ്ട്. എങ്ങനെ നല്ല രീതിയിൽ വാഴ പോയിട്ടുണ്ടോ? വാഴ പിന്നെ ഇത് നമ്മൾ ഏകദേശം ഒരു 60% വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് സീസൺ ആയതുകൊണ്ട്. പിന്നെ ഭാഗികമായി ചില പ്രദേശങ്ങളിൽ ഈ പിന്നെ ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടും ഇങ്ങനെ വാഴക്കൃഷി ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ബാധിക്കുന്ന തരത്തിലാണ് വെള്ളപ്പൊക്കം. കൃഷിയാകെ ബാധിക്കുന്ന നിലയിലാണ് ഈ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നത്. ചെറുപുഴയായാലും ചാലിയാറായാലും, ചെറുപുഴയിൽ നിന്ന് അങ്ങോട്ടും ചാലിയാറിൽ നിന്ന് ഇങ്ങോട്ടും ഒഴുകുന്നതിൻ്റെ ഭാഗമായി ആകെ വെള്ളം മൂടപ്പെടുന്നൊരവസ്ഥയാണ് മാവൂർ പഞ്ചായത്തിൽ പൊതുവേ ഉള്ളത്. അത് 2018-ലും 2019-ലും ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഈ മാവൂർ പഞ്ചായത്തിനെയാണ്. പഞ്ചായത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ട വാഴകൃഷിയാണോ ഇപ്പം നശിച്ചിട്ടുള്ളത്? ഓണവിപണി അത്ര ലക്ഷ്യമല്ലെങ്കിലും ഓണവിപണിയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൃഷിയെല്ലാം ചെയ്യുന്നത്. ഇപ്പം ഈ സീസൺ ഏകദേശം അവസാനിക്കാറായതുകൊണ്ട് ഒരു 60% വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗികമായിട്ടുള്ള സംഗതികളെല്ലാം ഇങ്ങനെ വെള്ളം പൊങ്ങിയാൽ, തുടർച്ചയായി വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതിനടിപേര് ചീഞ്ഞ് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. എല്ലാ വർഷവും ഇത് തന്നെയാണല്ലോ അല്ലേ? എല്ലാ വർഷവും, കഴിഞ്ഞ വർഷം താരതമ്യേന കുറവായിരുന്നു. 2018-ലും 2019-ലും പറയേണ്ടതില്ലല്ലോ. മഹാമാരിയും പ്രളയവും വന്നതിൻ്റെ ഭാഗമായി എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഈ പഞ്ചായത്തിൽ പൊതുവെ ഉണ്ടായിട്ടുള്ളത്. അത് താമസക്കാർക്കും എല്ലാം വലിയ പ്രയാസമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. വേണു, ഇതുതന്നെയാണ് മാവൂർ മേഖലയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വാഴകൃഷി ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വാഴകൃഷി ഏറ്റവും നടത്തുന്ന ഒരു പ്രദേശമാണ് മാവൂർ മേഖല. ഇവർക്ക് ഈ ഒരു ചെറിയൊരു മഴ പെയ്താൽ പോലും ഈ ചെറുപുഴയും ചാലിയാറെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്നത് കാരണം ഇത്തരത്തിൽ വീടുകളിലേക്കും കൃഷിയെല്ലാം നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മാവൂരിലെ അവസ്ഥയാണ്. എന്നാൽ മുക്കത്തും ഇത്തരത്തിൽ ഇരുവഴിഞ്ഞി പുഴ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. പുഴയുടെ തീരത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ചെറുപുഴയുടെ തീരത്തുള്ള കാരശ്ശേരി കുമാരനെല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. മാവൂരിൽ തന്നെ എടുക്കുകയാണെങ്കിൽ മാവൂർ കച്ചേരിക്കുന്ന് സാംസ്കാരിക നിലയത്തിൽ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കുടുംബത്തെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കച്ചേരി 3 വീടുകളിലാണ് ഇപ്പോൾ നിലവിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഇതിൽ ഈ ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റുള്ളവരെല്ലാം തന്നെ ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ട്. നിലവിൽ ഇതാണ് കോഴിക്കോട്ടെ ഒരു അവസ്ഥ. നിലവിലിപ്പോൾ ചാറ്റൽ മഴയാണ്, പക്ഷേ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ തന്നെയാണുള്ളത്. മഴ ശക്തമാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. രാവിലെ ആണെങ്കിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇത്തരത്തിൽ മഴയുണ്ടായിരുന്നു. കിഴക്കൻ മലയോര മേഖലകളിൽ ഉൾപ്പെടെ അതിശക്തമായ മഴ രാവിലെ മുതലുണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ വാഴകൃഷിയുണ്ട്. അത് ഏക്കർ കണക്കിന് വാഴകൃഷി ഇപ്പോൾ മാവൂർ മേഖലയിൽ ഇതുപോലെ സമാനമായ രീതിയിൽ വെള്ളത്തിൽ ആയിട്ടുണ്ട്. വേണു, മിഥില ബാലനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകി.